God. നമുക്ക് നല്ലൊരു ആരാധന കർത്താവിന് സമർപ്പിക്കുവാൻ നമുക്കെല്ലാവർക്കും ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഈ കാലാവസ്ഥയൊക്കെ പ്രതികൂലമായിരുന്നു, എന്നാൽ നമ്മുടെ കൂടെ അനുകൂലമായവൻ കൂടെയുള്ളതിനാൽ കർത്താവിനെ സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന്? നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി നിൽക്കണം. നമ്മുടെ ഇന്നത്തെ തീം എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീ ശോഭയുള്ളവളായിരിക്കണം. നാം കുടുംബത്തിൽ ശോഭയുള്ളവളായിരിക്കണം, നാം സമൂഹത്തിൽ ശോഭയുള്ളവരായിരിക്കണം. ഞാൻ ശോഭിക്കുമ്പോൾ, നിങ്ങൾ ശോഭിക്കുമ്പോൾ നമ്മുടെ കുടുംബം ശോഭിക്കും, നമ്മുടെ സമൂഹം ശോഭിക്കും, നമ്മുടെ രാജ്യം ശോഭിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിനിതായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന നാം എടുത്തിരിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് ബ്യൂട്ടി ഈസ് ദ ചാം ഈസ് ഡിസീറ്റ്ഫുൾ, ലാവണ്യം വ്യാജ്യവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. എന്നാൽ നാം യഹോവയെ ഭയപ്പെട്ടാൽ, യഹോവയെ ഭയപ്പെടുന്ന വുമൻ, ഹല്ലേലൂയ, വി വിൽ ബി പ്രൈസ്ഡ്. നാം യഹോവയെ ഭക്തിയുള്ള സ്ത്രീ പ്രശംസിക്കപ്പെടും. നാം പ്രശംസിക്കപ്പെടുവാൻ പോവുകയാണ് അല്ലേ? ഞാൻ പ്രശംസിക്കപ്പെടാൻ പോകുന്നു, ഞാൻ ശോഭിക്കപ്പെടാൻ പോകുന്നു. നിങ്ങൾക്കത് വിശ്വാസമുണ്ടെങ്കിൽ കൈ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. നാം ശോഭിക്കപ്പെടാൻ പോകുന്നു, നാം പ്രശംസിക്കപ്പെടുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഇവിടെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് എനിക്ക് തന്ന ഒരു വചനമാണ് ഞാൻ വായിക്കുകയാണ്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം ഇപ്രകാരം പറയുന്നു: അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടിൽ തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. പ്രൈസ് ഗോഡ്. നാം ശോഭിതരായി തീരുമ്പോൾ പ്രിയ ദൈവ പൈതലേ, നിന്റെ വീട്ടിൽ ഒന്നും കാണത്തില്ല. നീ കാണുന്നതൊക്കെ പ്രതികൂലമായിരിക്കും. ഇന്ന് വർഷിപ്പ് ചെയ്ത ദാസൻ പറഞ്ഞതുപോലെ നീ ഭാരപ്പെടരുത്. നീ സ്ത്രീയായാൽ നീ അബലയല്ല. നിനക്ക് കുറവുകൾ ഉണ്ടായിരിക്കും, കുറ്റങ്ങൾ ഉണ്ടായിരിക്കും, പലതും മനുഷ്യർ നോക്കുമ്പോൾ നിനക്ക് കാണത്തില്ലായിരിക്കും. എന്നാൽ നീ യഹോവയെ ഭയപ്പെട്ടാൽ, യഹോവയുടെ ഭക്തിയെ നടന്നാൽ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ കർത്താവ് നിന്റെ ജീവിതത്തിൽ വിളിച്ചു വരുത്താം. നീ ശോഭിക്കപ്പെടാം, നീ പ്രശംസിക്കപ്പെടാം, നീ മാനിക്കപ്പെടാം. നിന്നെ മാനപാത്രമാക്കുവാൻ നമ്മുടെ നാഥൻ ഒരു കള്ളനെ പോലെ കിടന്നത് മറക്കരുത്. അവൻ തകർക്കപ്പെട്ടത് നീ മറക്കരുത്. അവൻ നിന്ദിതനായത് നീ മറക്കരുത്. അവൻ താഴ്ത്തപ്പെട്ടത് നീ മറക്കരുത്. നിന്റെ തലയെ ഉയർത്തുവാൻ അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചത് സഹോദരി നീ മറക്കരുത്. നീ ഇന്ന് ശോഭിക്കപ്പെടാൻ പോകുന്നു. നീ ഒരു മാനപാത്രമാകിയാൽ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഇടയിൽ വചനവുമായിട്ട് പ്രിയ റീജ സിസ്റ്റർ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ സിസ്റ്ററിനെ ആദ്യമായിട്ടാണ് മുഖാമുഖം കാണുന്നത്, എന്നാൽ ഞങ്ങൾക്ക് നല്ല ആത്മബന്ധമുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഭയിൽ വന്ന് നമ്മൾക്ക് വേണ്ടതായ വചന പ്രചോദനമൊക്കെ തന്ന് നമ്മെ ഉണർത്തിയതിനാൽ, നമ്മെ വേണ്ട കൃപ തന്നതിനാൽ, കൃപയാൽ നമ്മെ നിറയ്ക്കുവാൻ കർത്താവ് സഹായിച്ചതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പലരും അതിനുശേഷം ഒത്തിരി പ്രാവശ്യം ഞങ്ങളോട് വിളിച്ചു ചോദിച്ചു, ഇനി എന്നാണ് നിങ്ങളുടെ സഭയിലെ റീജ സിസ്റ്റർ വരുന്നതെന്ന് ചോദിച്ചതിനാണ് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്ന് പറയാനുള്ളത്, ഞങ്ങൾ രണ്ടുപേരും ആസാദി TV-യിൽ സാക്ഷ്യം പറഞ്ഞവരാണ്. ഞാൻ ആസാദി TV-യിലെ ഫിന്നി പാസ്റ്ററിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് റീജ സിസ്റ്ററിൻ്റെ സാക്ഷ്യം കേൾക്കുന്നത്. അതിനുശേഷം ഒരുപാട് സാക്ഷ്യം കേട്ടിട്ടുണ്ട്. എന്നെക്കാട്ടിൽ കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും റീജ സിസ്റ്ററിനെ പറ്റി അറിയാം. വളരെ ദൈവം ഈ കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുന്ന ഒരു ദൈവദാസി, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസിയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇന്ന് കടന്നു വന്ന് നേരിട്ട് ഈ വചനം കേൾക്കുവാൻ സാധിച്ചില്ലെങ്കിൽ എങ്കിലും നിങ്ങൾ ഓൺലൈനിൽ ഇതുണ്ടല്ലോ, നിങ്ങൾ കേൾക്കണം, അനുഗ്രഹിക്കപ്പെടണം. ഞാൻ ആ പ്രിയ ദേവദാസിയെ നമ്മുടെ ഇടയിലേക്ക് വചനത്തിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സിസ്റ്റർ.